റിപ്പൻറ്റൻസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ പറയുന്നത് മാനസാന്തരം അല്ലേ. തമിഴിലെന്തോ പറയുന്നറിയാം മാനസാന്തരത്തിന്? മനംതിരിവ് എന്നാണ് പറയുന്നത്. മനംതിരിവ് ഗ്രീക്ക് വേർഡിൽ കാണുന്നത് മെറ്റനോനിയ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് മൈൻഡ്, നമ്മുടെ മനസ്സിന് സമ്പൂർണ്ണമായ ഒരു മാറ്റം വരുത്തുക. അതാ പൗലോസ് പറഞ്ഞത്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ അർത്ഥം ഹീബ്രു വേർഡിൻ്റെ അർത്ഥം തെഷുവ എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ടേണിങ് ബാക്ക് ടു ഗോഡ്, ദൈവത്തെങ്കിലേക്ക് തിരിയുന്ന ഒരു അനുഭവം, ഒരു യു ടേൺ എടുക്കുന്നത് പോലെയാണ്. പൗലോസ് പറഞ്ഞാണ് മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണം. മാനസാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മുൻപോട്ട് പോകുകയല്ല, ഒരു യു ടേൺ എടുക്കുകയാണ്, നേരെ തിരിയുകയാണ്. ലോകം നമുക്ക് മുമ്പിലായിരുന്നു, ലോകത്തിൻ്റെ സന്തോഷം നമ്മുടെ മുമ്പിലായിരുന്നു, പക്ഷേ നമ്മൾ ദൈവത്തെങ്കിലേക്ക് തിരിയുന്നതിനാണ് മാനസാന്തരം എന്ന് പറയുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ അനുഭവം നമുക്കറിയാം. അവൻ ശരിയല്ല, ഇവള് ശരിയല്ല, അവൻ അശുദ്ധൻ, ഇവങ്ങൾ അശുദ്ധൻ. പക്ഷേ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തെ മുഖാമുഖം കാണുന്നൊരനുഭവം. അത് കഴിയുമ്പോഴത്തേക്ക് തൻ്റെ ചിന്താഗതികളെല്ലാം മാറുക. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? നമ്മൾ ദൈവത്തെങ്കിലേക്ക് നോക്കുമ്പോഴാണ്. കർത്താവിലേക്ക് നോക്കുമ്പോൾ നമുക്ക് തോന്നാൻ കഴിയുന്നത് നമ്മളിലേക്ക് നമ്മുടെ കുറവുകൾ കാണുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. മനസ്സിന് വരുന്ന സമൂലമായ മാറ്റം, ദൈവത്തെങ്കിലേക്ക് തിരിയുന്ന ഒരു കാര്യം, ഇത് രണ്ടും നടക്കുമ്പോഴാണ് ശരിയായ മാനസാന്തരം നടക്കുന്നത്. ലോകത്തിൽ നമുക്ക് തിരിയേണ്ടതായിട്ടുണ്ട്. ടേണിങ് ഫ്രം ദ വേൾഡ്. ദൈവം പറഞ്ഞു, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല എന്ന് നമ്മൾ വായിക്കുന്നു. മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ ഈ ലോകത്തിൻ്റെ ജഡിക മോഹങ്ങളിലൊന്നും നമുക്ക് താല്പര്യം ഉണ്ടാവാതെ ദൈവത്തെങ്കിലേക്ക് തിരിയുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. 2 ദിനവൃത്താന്തം നമ്മൾ വായിക്കുന്നത്, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ട് തിരിയുന്നു. 2 കാര്യങ്ങളാണ്. തന്നെത്താൻ താഴ്ത്തണം, പാപത്തോട് നോ പറയാൻ തക്കൊണ്ട് സാധിക്കും. അങ്ങനെ ചെയ്യുമെങ്കിൽ അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കുന്നതാണ്. വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തെങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിൻ്റെ വിഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഉണ്ടാക്കി വച്ചിരിക്കുന്ന രൂപം മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് കൊടുക്കുന്ന പ്രാധാന്യത്തെക്കാൾ ഉപരിയായി നമ്മൾ എന്തിന് പ്രാധാന്യം കൊടുത്താലും, അത് ജോലിയാണെങ്കിലും ഓടിക്കുന്ന വണ്ടിയാണെങ്കിലും മക്കളാണെങ്കിലും ധനമാണെങ്കിലും ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും, അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, അത് നമ്മുടെ ഉള്ളിൽ വിഗ്രഹമാണ്. ദൈവം പറയുന്നു, മാനസാന്തരപ്പെടുമ്പോൾ വിഗ്രഹങ്ങളിൽ നിന്ന് വിട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയുന്ന അനുഭവം. നമ്മളെല്ലാം നമ്മുടെ സ്വന്തം വഴികളിലേക്ക് തിരിഞ്ഞാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് തിരിഞ്ഞ് ദൈവത്തെങ്കിലേക്ക് തിരിയുന്നതാണ് ശരിയായ മാനസാന്തരം.